സംവിധായകൻ സലീം അഹമ്മദ് മേളമുറ്റത്ത്. NFDC പ്രതിനിധിയായി സലീം അഹമ്മദിനൊപ്പം ദേശീയ പുരസ്കാര ജേതാവായ തമിഴ് സംവിധായകൻ വെട്രിമാരനുമുണ്ട്. കാൻ മേളയുടെ ഭാഗമാകാനായതിൽ അഭിമാനമുണ്ടെന്ന് സലീം അഹമ്മദ് ഇന്ത്യ വിഷനോട് പറഞ്ഞു. കാൻ ചലച്ചിത്രമേളയോടനുബന്ധിച്ചുള്ള ഇന്ത്യൻ പവലിയനിൽ NFDC ഒരുക്കിയ മൾട്ടിപ്ലിസിറ്റീസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന ഡിബേറ്റിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു 2011 ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാക്കളായ മലയാളി സംവിധായകൻ സലീം അഹമ്മദും തമിഴ് സംവിധായകൻ വെട്രിമാരനും. ഇതിനോടകം വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദാമിന്റെ മകൻ അബു കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ കഴിയാത്തതിൽ അതീവ നിരാശയുണ്ടെന്ന് സംവിധായകൻ സലീം അഹമ്മദ് ഇന്ത്യ വിഷനോട് പറഞ്ഞു. ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമ ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നായിട്ടാണ് ഞാൻ ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡെലിഗേറ്റ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റിയതിന് അത്രയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വേൾഡില് അറിയപ്പെടുന്ന സിനിമാക്കാരുമായിട്ട് കാണുക, അവരുമായിട്ട് ഇടപെടുക, അവരുമായിട്ട് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ വരുന്നത്. സിനിമയ്ക്ക് ഇത്രത്തോളം ഒരു വലിയ മാർക്കറ്റ് ഉണ്ടെന്നും നമ്മുടെ സിനിമകൾ ഇവിടെയൊക്കെ വിറ്റുപോകാനുള്ള ഒരു അവസരം ഉണ്ടെന്നൊക്കെ മനസ്സിലാകുന്നത് ഈ ഒരു ഫെസ്റ്റിവലോട് കൂടിയാണ്. റിലീസ് ചെയ്യാത്ത പ്രീമിയർ സിനിമകൾ മാത്രമേ കാൻ മേളയിൽ പ്രദർശിപ്പിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് തന്റെ സിനിമയ്ക്ക് സ്ഥാനം ലഭിക്കാതെ പോയതെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും സിനിമയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സലീം അഹമ്മദ് പറഞ്ഞു. ഫിലിം ഫെസ്റ്റിവലുകളിൽ നമുക്ക് അവർക്ക് പ്രീമിയർ വേണം, സിനിമയുടെ വേൾഡ് പ്രീമിയർ ആയിരിക്കണം. അപ്പൊ നേരത്തെ മറ്റു പല ഫെസ്റ്റിവലുകളിലും പങ്കെടുത്തുകൊണ്ട് ഇവിടെ മത്സരിക്കാൻ എലിജിബിൾ അല്ല. അതുകൊണ്ടാണ് അപ്പം ഇവിടെ മത്സരിക്കാതിരുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പൊ അബുവായിട്ട് പല ഫെസ്റ്റിവലുകളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാനിലെത്തി തീർച്ചയായിട്ടും വലിയൊരു നഷ്ടമായിട്ടാണ്. ഇവിടെ പലരും അവരുടെ പുതിയ സിനിമകളായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും അതിനൊരു ഇനി വരാനിരിക്കുന്ന സിനിമകൾ അതിനുള്ളൊരു ഭാഗ്യം അല്ലെങ്കിൽ അതിനുള്ളൊരു സന്ദർഭം ഒരുക്കും എന്നുള്ളതിന്റെ വിശ്വാസം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മലയാളം, തമിഴ് ഭാഷകളിൽ ഇറങ്ങുന്ന നല്ല സിനിമകളെ ലോകം ഉറ്റുനോക്കുകയാണെന്ന് പ്രശസ്ത സംവിധായകൻ വെട്രിമാരൻ പറഞ്ഞു. When it comes to cinema, it is not only making good cinema, it is how you promote your good cinema. ஏன்னா நீங்க நல்ல படம் எடுத்தது யாருக்கும் தெரியலன்னா how in the world say that you got done a good film. So நம்ம இப்போ வந்து it is all opening up and more than anything else இப்போ எல்லா பெரிய ஃபெஸ்டிவல் சர்க்கியூட்லயுமே வந்து ஹிந்தி ஃபிலிம்ஸ் மேல இருக்கிற இன்ட்ரெஸ்ட் எல்லாம் குறைஞ்சாச்சு. எல்லாருமே வந்து இப்ப தமிழ் ஃபிலிம்ஸ், மலையாளம் ஃபிலிம்ஸ், இவங்க என்ன மலையாளம் ஃபில்ம் மேக்கர்ஸ், தமிழ் ஃபில்ம் மேக்கர்ஸ் என்ன பண்றாங்கன்னு பாக்குறதுக்கு தான் எல்லாருமே இன்ட்ரெஸ்டடா இருக்காங்க. நமக்கு என்னன்னா we need to learn to promote our films well. நமக்கு ஒரு நெட்வொர்க் தெரியணும். இப்பதான் வந்து பாக்குறோம், நாங்க எல்லாம் வந்து பாக்குறோம். നല്ല സിനിമ എന്നാൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക എന്നതോ അവാർഡുകൾ ലഭിക്കുക എന്നതോ മാത്രമല്ലെന്നും പ്രേക്ഷകർ സിനിമ കാണുകയും നിർമ്മാതാവിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതും കൂടി ആയിരിക്കണമെന്നും വെട്രിമാരൻ പറഞ്ഞു. ഡിബേറ്റിൽ പങ്കെടുക്കുന്നതിന് പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര സംവിധായകൻ അനുരാഗ് കശ്യപ്, തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ശ്രീയ സരൺ, നടൻ മനോജ് വാജ്പേയി തുടങ്ങിയവരും എത്തിയിരുന്നു. കാൻ ചലച്ചിത്രമേളയിൽ നിന്നും KKNS ഇന്ത്യ വിഷൻ.